നമ്മളെല്ലാവരും നേരം വെളുത്തപ്പോൾ തൊട്ട് മൊബൈൽ തുറന്നു കഴിഞ്ഞാൽ ഈ അമ്മയുടെ വേദനകൾ നമ്മൾ കാണുന്നുണ്ട്. ഈ അമ്മ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാവോ? തൻ്റെ മകൻ തന്നെ വിളിച്ചിട്ട് 4 വർഷമായി എന്ന് പറയുന്നു. നമ്മളെല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, ആ അമ്മയുടെ വേദന എന്തായിരിക്കും? അവർ ഓരോ രാത്രി കടന്നു പോകുമ്പോഴും തൻ്റെ മകൻ്റെ ആ ഒരു മുഖം അവരുടെ മനസ്സിൽ കൂടെ കടന്നു പോകാതിരിക്കുമോ? ഓരോ അമ്മമാർക്കും മക്കൾ ഒരു ദിവസം അങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ അവർക്ക് വിഷമങ്ങളാണ്. അവർ പിന്നീട് കരയുകയും പറയുകയും എല്ലാം ചെയ്യും. ഇത് എത്ര വർഷം? 4 വർഷം. അപ്പോൾ അവരുടെ മകൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഫോൺ വിളിക്കാതിരിക്കുന്നത് കൂടി നമ്മൾ ചിന്തിക്കണം. വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം എന്തുമാത്രം ഒരു ചെറുക്കൻ, ഇപ്പം അവൻ എത്ര പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ, അല്ലെ അവൻ ഭയങ്കരമായിട്ട് വഴക്ക് പിടിച്ചോട്ടെ, ഇതൊക്കെ സംഭവിച്ചാലും സ്വന്തം അമ്മ ഈ നാട്ടിലുണ്ട്, എൻ്റെ അമ്മേനെ വിളിക്കണം എന്നൊരു തോന്നൽ അവൻ്റെ മനസ്സിൽ വന്നിട്ടില്ലേ? ചിലപ്പോൾ നമുക്കിതിനകത്തു നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്, ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം പല ഭാര്യമാരും ഭാര്യയുടെ വീട്ടുകാരും ഒക്കെ ചെറുക്കൻ്റെ വീട്ടുകാരോട് ഇനി മിണ്ടരുതേ, അവരുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും പാടില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ ഭയങ്കര സെൽഫിഷായ ഫാമിലിയും പെൺപിള്ളേരും ഒക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഇനി അവൻ ഈ കേസിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവളെ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചാന്ന് പറയുന്നുണ്ട്. അതുപോലെ നാള് ചേരാതെ വന്നപ്പോഴും ആദ്യമൊക്കെ വേണ്ടാന്ന് വെച്ച് പോയിട്ട് പിന്നീട് ഇവർ നാള് ചേരും എന്നൊക്കെ പറഞ്ഞ അമ്മ ഇതിനകത്തൂടെ പറയുന്നുണ്ട്. രണ്ടുപേരുടെയും നാൾ ആദ്യം നോക്കിയപ്പോഴേക്കും അനിഴമായിരുന്നു, പിന്നീട് അത് തൃക്കേട്ടയായി, പിന്നീട് നോക്കിയപ്പോൾ പെണ്ണിൻ്റെ നാൾ തൃക്കേട്ടയാണെന്ന് പറയുന്നു. അപ്പം പെണ്ണിൻ്റെ വീട്ടുകാർ കറക്റ്റായിട്ട് നാളറിയത്തില്ലേ? ഒരു പെൺകുട്ടി ജനിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇവരൊക്കെ ആദ്യം നോക്കുന്നത് നാളല്ലേ. പിന്നീട് എങ്ങനെ മാറ്റി പറഞ്ഞു ഇതൊന്നും നമുക്കറിയത്തില്ല. രണ്ട് വീട്ടുകാരും തമ്മിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആയിരുന്നു വിവാഹം കഴിക്കാൻ വേണ്ടി. അതായത് ഒരു ചെറുക്കനും പെണ്ണും കൂടെ ഇഷ്ടപ്പെട്ട് അവരെവിടെയോ വെച്ച് കണ്ട് ഇഷ്ടപ്പെട്ടെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ പെണ്ണിൻ്റെ നിർബന്ധം കൊണ്ടും അല്ലെ ചെറുക്കൻ്റെ നിർബന്ധം കൊണ്ടും ഒക്കെ വിവാഹം കഴിപ്പിച്ചതായിരിക്കാം എന്നാണ് ഇപ്പോൾ നമുക്കിതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത്. അപ്പോൾ പിന്നീട് വിവാഹം കഴിഞ്ഞതിന് ശേഷം ഈ പെൺകുട്ടി ഇവരുടെ വീട്ടിൽ വന്ന് താമസിക്കുകയും വളരെ സന്തോഷത്തോടെയാണ് കഴിഞ്ഞതെന്നൊക്കെയാണ് ഈ അമ്മ പറയുന്നത്. ഈ അമ്മയാണെങ്കിൽ വളരെ തീരാ ദുഃഖത്തിൽ, അവരുടെ ഹസ്ബൻഡ് നഷ്ടപ്പെട്ടു, അവരുടെ മകൻ നഷ്ടപ്പെട്ടു, അങ്ങനെ ഒരു വിഷമത്തിൽ ഇത്രയും നാളും പിന്നെ സ്വന്തം മോൻ വിളിക്കുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷമങ്ങൾ ആദ്യമായിട്ട് ജീവിക്കുന്ന ഈ അമ്മ, എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഈ അമ്മ വളരെ സത്യസന്ധയായ നല്ല അറിവുള്ള, ആരെ അധികം കുറ്റപ്പെടുത്താനൊന്നും ആഗ്രഹിക്കാത്ത, പിള്ളേരെ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ വിടുന്ന വളരെ നല്ലൊരു അമ്മയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് എന്തൊക്കെയായെന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയുടെ അമ്മയെ അപ്പനേക്കാട്ടിലും നല്ലൊരു അമ്മയായിട്ടാണ് എനിക്ക് ഇവരെ മനസ്സിലാക്കാൻ പറ്റിയത്. ഇവർക്കുള്ള വേദന പോലും ആ പെൺകുട്ടിയുടെ അപ്പനും അമ്മയ്ക്കും നമ്മൾ കണ്ടില്ല. അവരൊക്കെ വളരെ കൂളായിട്ടാണ് സംസാരിക്കുന്നത്. ഇവരാണെങ്കിൽ ആദ്യം വേദനയെല്ലാം പിടിച്ച് ഓരോ അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. അവരുടെ മകൻ എന്നാ ഒരു മനുഷ്യനാണ് നമ്മൾ ആലോചിച്ച് പോവുക. ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അമ്മേനെ അവൻ വേറൊരു നാട്ടിൽ നിൽക്കുന്നവനല്ലേ. കടൽ കടന്നു പോയ ഒരു ചെറുക്കൻ തൻ്റെ അമ്മേനെ, തൻ്റെ ചേട്ടൻ, ഇവിടെ വേറൊരു പ്രധാനപ്പെട്ട പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവൻ്റെ ചേട്ടൻ മരിച്ചിട്ട് പോലും അവൻ ആ വീട്ടിൽ കാല് കുത്തിയില്ലെന്ന് പറയുമ്പോൾ എന്താണ് അവിടുത്തെ അവസ്ഥ? നല്ല ഒരു പെൺകുട്ടിയും കേസ് വഴക്കൊക്കെ പിടിക്കുന്നുണ്ട്, അല്ലെ അവിടെ കിടന്ന് ഭയങ്കര ബഹളവും വെക്കുന്നുണ്ട്, അവ എപ്പോഴും വഴക്ക് പിടിക്കുന്ന ഹസ്ബൻഡൊക്കെ ആണെന്ന് വെച്ചു. എന്നാലും സ്വന്തം ചേട്ടൻ മരിക്കുമ്പോൾ അവൻ്റെ തീർച്ചയായിട്ടും ആ പെൺകുട്ടി ആയാലും ഒന്ന് പറയണ്ടേ, ഇന്ന കണക്ക് പോകണം, അല്ലേ അത് ഭയങ്കര തെറ്റാണ്. എന്തുകൊണ്ട് ആ പെൺകുട്ടി അത് പറഞ്ഞ് മനസ്സിലാക്കിയില്ല? അതോ അവൻ മനഃപൂർവ്വം പോകാത്തതാണ്, ഒന്നും നമുക്കറിയത്തില്ല. പക്ഷെ ഇപ്പോൾ അവൻ മീഡിയയുടെ മുന്നിൽ പറയുന്നത് അവൻ്റെ ഭാര്യ കാരണം മാത്രമാണ് ഇവരെല്ലാവരോടും അകന്നെന്നാണ് പറയുന്നത്. ചിലപ്പോൾ ഒരു പക്ഷേ ശരിയായിരിക്കാം. അതായത് വിവാഹം കഴിഞ്ഞതിന് ശേഷം കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴേക്കും ചില പെണ്ണിൻ്റെ വീട്ടുകാർ യാതൊരു തരത്തിലുള്ള കോണ്ടാക്ട്സും ചെറുക്കൻ്റെ വീട്ടുകാരുമായിട്ട് ഇല്ലാത്ത കേസുകളൊക്കെ ഉണ്ട്. ഇപ്പം ഇവരുടെ വീട്ടിൽ നിന്നാണ് അവൻ വന്ന് നിന്നതെന്നും ഈ പെൺകുട്ടിയുടെ അനിയത്തിയുടെ കല്യാണത്തിന് അവൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നെന്നും ഇവരുടെ വീട്ടിൽ നിന്നിട്ടുണ്ടായിരുന്നെന്നും അതുപോലെ തന്നെ അവൻ ഗൾഫിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും എല്ലാം ഇവരുടെ വീട്ടിൽ തന്നെയാണ് വരുന്നതും പോകുന്നതും എല്ലാം എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വന്തം വീട്ടുകാരുമായിട്ട് യാതൊരു തരത്തിലുള്ള ടച്ചും ഇല്ലാത്ത ഈ മഹാനെക്കുറിച്ച് നമുക്ക് എന്ത് പറയാനാ? ആദ്യം തന്നെ സ്വന്തം അമ്മേനെ ഇവൻ വിളിക്കണമായിരുന്നു. അമ്മേനെ കൈവിട്ട ഇവൻ രക്ഷപ്പെടുവോ? ഒരിക്കലുമില്ല. അവരുടെ കണ്ണുനീരെന്നും അവൻ്റെ മേലുണ്ട്. അതുകൊണ്ടാണ് അവർ വളരെ വികാരത്തോടെ ആ സ്ത്രീയെ പറയുന്നത് എന്താണ്, അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ശിക്ഷിക്കപ്പെടട്ടെ, അവൻ അത് അനുഭവിക്കണം എന്നാണ് ഈ അമ്മ പറയുന്നത്. അവിടെ അവർ സ്വന്തം മരുമകളുടെ ഒരു കുറ്റവും അവർ പറയുന്നില്ല. ആ മകളെക്കുറിച്ച് വേദന മാത്രമേ ഉള്ളെന്നാണ് അമ്മ പറയുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ എല്ലാം കൂടെ കൂട്ടി നമ്മുടെ നാട്ടിലൊരു സിസ്റ്റമാണ്, ഒരു പെണ്ണ് എന്തെങ്കിലും സംഭവിച്ചാൽ മുഴുവൻ കുറ്റവും ഭർത്താവിൻ്റെ വീട്ടുകാരുടെ പുറത്ത് കൊണ്ടുപോയി ചാരും.
അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കുക. ചിലപ്പോൾ ഈ പെണ്ണിൻ്റെ ഈ പെൺകുട്ടി ഇത്രയും വിഷമം അനുഭവിച്ച് നിന്നെന്ന് പറയുന്നുണ്ട് അല്ലേ, നിന്നു. അപ്പോൾ ഇവൻ ഇങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ലൊരു സൈക്കാട്രിസ്റ്റിനെയോ അല്ലെ ഒരു കൗൺസിലിംഗ് കൊടുക്കാനോ ഒരു സൈക്കോളജിസ്റ്റിനെയോ ഇവർ സമീപിച്ചിട്ടുണ്ടോ? ഓക്കെ, ഈ പെണ്ണിൻ്റെ വീട്ടിലാണ് ഇവൻ എപ്പോഴും വന്നു പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്വം മൊത്തം ശരിക്കും പെണ്ണിൻ്റെ വീട്ടുകാർക്ക് തന്നെ. പെണ്ണിൻ്റെ അപ്പനും അമ്മയും ഒരു നിമിഷം ഓർക്കുക, എന്തുകൊണ്ടാണ് ഈ ചെറുക്കൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, ഇവൻ എന്തുകൊണ്ട് ഇങ്ങനെ വയലൻ്റ് ആകുന്നു, അതുകൊണ്ട് എന്തുവേണ്ടി ഇവനൊരു ചികിത്സ കൊടുക്കാൻ ഇവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ചികിത്സ കൊടുത്താൽ ഇത് കുറയുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും രണ്ടുപേരും തമ്മിൽ ഭയങ്കര സ്നേഹമാണ്. രണ്ടു പേർക്കും എന്തെങ്കിലും ഒരു നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കണമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഇവർ പറയുന്നു ആദ്യം ഡൈവേഴ്സ് വക്കിലെത്തി അവിടെ വെച്ച് കൗൺസിലിംഗ് നടത്തി ഇവരെ ഒരുമിപ്പിച്ചെന്ന് പറയും. നമ്മളൊക്കെ ഡൈവേഴ്സിന് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ കൗൺസിലിംഗ് നടത്തി ഒരുമിപ്പിക്കാൻ ദയവ് ചെയ്ത് ശ്രമിക്കണ്ട. കാരണം എന്തെങ്കിലും പ്രശ്നമില്ലാതെ ആരും ഡൈവേഴ്സിന് പോകത്തില്ല. ഈ ഒത്തൊരുമിപ്പിച്ച് വിടാന്ന് പറഞ്ഞാൽ ഇത് ജീവിതമാണ്. അങ്ങനെ നമുക്ക് പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കാൻ പറ്റത്തില്ല. ദയവ് ചെയ്ത് ഇങ്ങനൊന്നും ഒരു കൗൺസിലേഴ്സും ഇങ്ങനെ അനുവദിച്ചു കൊടുക്കരുത്.